ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഉറക്കം എഴുന്നേറ്റിട്ട് വരികയാണ് കേട്ടോ. ഒരു 5:30 ആയിട്ടുണ്ടാവും. നേരം വെളുത്ത് വരണേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതൽ ഒരു ഉച്ച വരെ എൻ്റെ തിരക്കുകൾ എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ അതുപോലെ നമ്മൾ ചായ അടുപ്പത്ത് വെച്ചു. അതിന് ശേഷം അടിച്ചു വാരി തുടച്ചതിന് ശേഷം അത് ഞാൻ കാണിക്കില്ലേ, 2-3 വീഡിയോസിൽ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഫുൾ അടിച്ച് വാരി തുടയ്ക്കും രാവിലെ വീട് ഫുള്ളും. അതിന് ശേഷം പിന്നാമ്പുറം മുറ്റടിച്ച് വരികയാണ്. പിന്നാമ്പുറത്ത് മാത്രമായിട്ട് അടിച്ച് വാരാൻ ഉണ്ടാവുള്ളൂ. അധികം വേസ്റ്റും ഇലയും പൂവൊക്കെ വീഴ പിന്നാമ്പുറത്ത് മാത്രമാണ്. ഉമ്മറത്ത് അങ്ങനെ ഇലയൊന്നും ഇല്ലാത്ത തന്നെ നമുക്ക് ഡെയിലി അടിച്ച് വാരേണ്ട കാര്യം വരുന്നില്ല. എപ്പോഴെങ്കിലും ആഴ്ചയിൽ 1-2 തവണയാണ് ഞാൻ അടിച്ച് വാരാറുള്ളൂ. അവിടെ മെറ്റലിട്ട് നിരപ്പാക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ വേസ്റ്റൊന്നും ഉമ്മറത്തേക്ക് ഇടില്ല. പ്ലാസ്റ്റിക് കവറുകളോ കടലാസുകളോ എന്തായാലും നമ്മൾ ഡസ്റ്റ്ബിന്നുണ്ട്, അതിൽ മാത്രമാണ് ഇടുള്ളൂ. പിന്നെ പിന്നാമ്പുറത്തുള്ള ഇലകളൊക്കെ രാവിലെ തുട കഴിഞ്ഞതിന് ശേഷം നേരെ അടിച്ച് വാരി കളയും. പിന്നെയും അടിച്ച് വാരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരലിൻ്റെ കുറച്ച് പോർഷൻസ് മാത്രമാണ് പിന്നാമ്പുറത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കിള്ളി എടുക്കണം, അതായത് ഇലകൾ മാത്രമായിട്ട് എടുക്കണം. അത് കുറച്ച് റിസ്ക്കുള്ള പണിയാണ്, നമുക്ക് കുറച്ച് ഭ്രാന്ത് പിടിക്കും. ഒന്നാകെ ചരലൊന്നുമില്ല, നിരപ്പായ മുറ്റാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അടിച്ച് വരാം. ഈ ചരലിട്ട മുറ്റാകുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ചരലിട്ട മുറ്റടിച്ച് വരാൻ. അങ്ങനെ അടിച്ച് വാരലെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ തുടപ്പ ഒലമ്പിടുകയാണ് കേട്ടോ. അടുക്കള വശം തുടയ്ക്കുമ്പോൾ ഞാൻ വെള്ളം മാറ്റും. ഹാളും റൂംസൊക്കെ വേറെ വെള്ളത്തിലാണ്. അടുക്കള വശവും ഈ പിന്നാമ്പുറം വേസ്റ്റ് അവിടെയൊക്കെ ഞാൻ വേറെ വെള്ളം ഉപയോഗിച്ചിട്ടാട്ടോ ക്ലീൻ ചെയ്യുക. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. കാരണം ഹാളും റൂംസൊക്കെ കഴിയുമ്പോൾ തന്നെ കുറച്ച് ചെളി അധികം ഉണ്ടാവും. പിന്നെ അടുക്കളയും നമ്മൾ ആ വെള്ളം കൊണ്ട് തുടയ്ക്കാൻ നമുക്കൊരു തൃപ്തി വരില്ലല്ലോ. അപ്പം ഞാൻ അവിടെയും കൂടി ഒന്ന് വൃത്തിയാക്കുകയാണ്. പെനോയിലൊക്കെ വെച്ചിട്ട് അവിടെ ഒന്ന് അടിച്ച് കഴുകും കേട്ടോ. നമ്മുടെ അടുക്കളയുടെ പിന്നാമ്പുറത്ത് നമ്മൾ ഇറങ്ങി വരുന്ന വശത്തൊക്കെ ഞാൻ നന്നായിട്ട് കഴുകും. രാവിലെ തന്നെ വൃത്തിയായി കിടന്നോട്ടെ നമ്മുടെ വീട് വൃത്തിയായി കിടക്കുമ്പോഴാണല്ലോ നമുക്കൊരു പോസിറ്റീവ് വൈബ് തന്നെ ഉണ്ടാവുക അല്ലേ. ഞാൻ നല്ല വെള്ളം വെച്ചിട്ട് അവിടെയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി ഇട്ടു കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കൂടിക്കോളൂ, എല്ലാവരും സപ്പോർട്ടും ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് കുക്കിങ്ങിലോട്ടാണ് പോകേണ്ടത്. രാവിലെ നമുക്ക് അത്ര തിരക്ക് പിടിച്ച് ജോലി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഞങ്ങളുടെ വീട്ടിലാരും എങ്ങോട്ടും പോകണമൊന്നുമില്ല. അച്ഛൻ റിട്ടയർഡായിട്ട് ഇരിക്കുകയാണ്, അമ്മയ്ക്കും വയ്യാത്തതാണ്. പിന്നെ ഞാൻ മാത്രമാണ്, ഞാനും ഉണ്ണിയും എങ്ങോട്ടും പോകണില്ല, ദിവസവും വീട്ടിലുണ്ട്. അപ്പോൾ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8 മണി, ലഞ്ച് ഒരു 9:30 ആകുമ്പോഴത്തേക്കും എൻ്റെ കഴിയും കേട്ടോ. അടുക്കള പണി എന്നെ കഴിയും ഒരു 8-9 മണിയുടെ ഉള്ളിൽ എൻ്റെ കംപ്ലീറ്റ് വർക്ക്. ഞാൻ ഇങ്ങനെ പതുക്കെ ചെയ്താലും 8-9 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ വർക്കൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ചെറുപയറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചെറുപയറും 2 ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ട് നമുക്ക് തേങ്ങ അരച്ച് കറി വയ്ക്കാം. പുട്ടിന് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. പക്ഷെ നന്നാക്കി വന്നപ്പോഴായിരുന്നു ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാൻ എടുത്തുള്ളൂ. കാരണം 2 എണ്ണമാകുമ്പോൾ നമുക്ക് കുറച്ച് അധികമാവും. നമ്മൾ 3 ആൾ ആയതുകൊണ്ട് വേസ്റ്റാക്കി കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് നമ്മൾ രാവിലത്തെ കറിയൊന്നും എടുക്കാറില്ല അങ്ങനെ. പിന്നെ ഡിന്നറിന് നമുക്ക് ഈ ഗ്യാസ് കയറുന്ന ഐറ്റംസും അങ്ങനെ എടുക്കാറില്ല. അച്ഛനമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, അവർ കുറച്ച് മരുന്ന് കഴിക്കണ ടീംസോളാണ്. അപ്പോൾ രാവിലെ നമ്മൾ ഗ്യാസ് കയറുന്ന ഐറ്റം കഴിച്ചാൽ നമ്മൾ ഫുഡ് അടി കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കണില്ല, നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക അല്ലെങ്കിൽ കുട്ടിയുടെ പിന്നാലെ ഓടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങളും പയർ വർഗ്ഗങ്ങളും കഴിക്കണതിന് കുഴപ്പമില്ല. പക്ഷേ രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോയി കിടന്നുറങ്ങുകയാണല്ലോ ചെയ്യണത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും അപ്പോഴത്തേക്ക് മാത്രമേ ഉണ്ടാക്കുള്ളൂ, കുറച്ച് തന്നെ ഉണ്ടാക്കുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ 3 ആളായതുകൊണ്ട് കുറച്ച് പുട്ടും കുറച്ച് ചെറുപയർ കറി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവാണ്. ഈ തേങ്ങ ചിരവുണ്ട് പുട്ടിനും ചെറുപയർ കറിക്കും മോര് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു.
അതിനും കൂടി മൂന്നിനും കൂടിയിട്ട് ഒപ്പം തിരുമ്മി വയ്ക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കുനിയാൻ വയ്യ വിചാരിച്ചിട്ട് മൂന്നിനും കൂടി വേഗം ഒപ്പം തിരുമ്മി വയ്ക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഉണ്ണി എണീറ്റിട്ടുണ്ട്. ഉണ്ണി എണീറ്റാലും എനിക്കൊരു ടെൻഷനും ഇല്ല. അവൾക്ക് അച്ഛനും അച്ഛമ്മയുണ്ട്. അവൾ സേഫായിട്ട് അവരുടെ കയ്യിൽ ഇരുന്നോളും. അവളുടെ വാശിക്ക് നിന്നും അവളെ കരയിപ്പിക്കാതെ ഞാൻ ഈ പണികൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. അവർ കുട്ടീനെ ഫുൾ നോക്കിക്കോളും എന്നുള്ളൊരു ധൈര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ണി എണീറ്റ വഴിക്ക് തന്നെ ഞാൻ ബ്രഹ്മിയുടെ നീര് കൊടുക്കാറുണ്ട് കേട്ടോ. ഡെയിലി കൊടുക്കാറില്ല, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഞാനത് കൊടുത്തിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ ബ്രഹ്മിയുടെ നീരിന്. ചെറിയ കുട്ടികൾക്ക് 3 മാസം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സാധനമാണ്. അധികമായാൽ അമൃതവും വിഷമാണ്. അതുകൊണ്ട് ഡെയിലി ആരും കൊടുക്കരുത്. ആഴ്ചയിൽ 1-2 തവണ കൊടുക്കാം. കുട്ടിക്ക് വിശപ്പിനും ദഹനത്തിനും ബുദ്ധി വളർച്ചയ്ക്കും ഉണർവിനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. കുറച്ച് കയ്പ്പൊക്കെ ഉണ്ടാവും. പിന്നെ സ്വത്തും ഇപ്പോൾ എന്നിങ്ങനെ കുടിക്കണ കാരണം അവൾക്ക് വലിയ പ്രശ്നമില്ല. അത് ചതച്ച് അതിൻ്റെ നീരാട്ടോ ഞാൻ കൊടുക്കുക. അപ്പം അങ്ങനെ അവൾക്ക് മരുന്നൊക്കെ കൊടുത്ത് ഞാൻ വന്നു. പിന്നെ അതാ പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയിൽ ചെറുപയർ വെന്തിട്ടുമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് ചാക്സിൻ്റെ കുക്കറിൽ ഇറക്കി വെച്ചു കേട്ടോ. തിളച്ചതിന് ശേഷം ചോറ് ഞാൻ എണീറ്റ് വന്നതും വെക്കും. കാരണം അത് തിളച്ച് ചാക്സണിലേക്ക് വെച്ചാലാണ് നമുക്ക് 2 അടപ്പ് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ പിന്നുള്ള പണിക്ക്. അത് കാരണം ഞാൻ വേഗം ആക്കി വയ്ക്കും. പിന്നെ ഉണ്ണിയുടെ കുപ്പി കഴുകിയിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളപ്പിച്ചെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കറിക്കുള്ള തേങ്ങ അരയ്ക്കാൻ പോവാണ് ഞാൻ. എനിക്ക് നേരത്തെ തേങ്ങ അരച്ച കറികളോടോ തേങ്ങയോടോ വലിയ ഇഷ്ടമുള്ള ആളല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ തേങ്ങ അരച്ചതൊക്കെ നന്നായിട്ട് കൂട്ടുണ്ട് മക്കളെ. ഇതെങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഒഴിവാക്കണം. എന്തായാലും ഉടനെ തന്നെ ഒഴിവാക്കണം. കാരണം എനിക്ക് കല്യാണത്തിന് ഒരുപാട് ഡ്രസ്സ് എടുത്ത് കൂട്ടിയിട്ടുണ്ട് ഞാൻ. എൻ്റെ ഡ്രസ്സൊക്കെ ഇപ്പോൾ എന്നെ ഇങ്ങനെ കണ്ട് ചിരിക്കുകയാണ്. എന്താ മോളെ ഞങ്ങളെയൊന്നും വേണ്ടേ ചോദിച്ചിട്ട്. പക്ഷെ എനിക്കതൊക്കെ ഇടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതാ ഒരു സൈഡിൽ കറിയും ഒരു സൈഡിൽ പുട്ടും ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കാൻ കൂടുതൽ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ അമ്മ നോൺ വെജ് അങ്ങനെ കഴിക്കാത്ത ആളാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ പരീക്ഷിക്കാൻ ഇഷ്ടം നോൺ വെജാണ്. പക്ഷെ പുള്ളിക്കാരത്തി നോൺ വെജ് അധികം കഴിക്കാത്ത കാരണം നമ്മൾ മീനും മുട്ടയും മാത്രമായിട്ട് അധികം വാങ്ങാറുള്ളൂ. മീറ്റൊക്കെ അങ്ങനെ കുറവാണ് വാങ്ങാറ്. അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചിക്കനോ മട്ടനൊക്കെ വാങ്ങാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് വെജിറ്റബിൾസിലാണ്. വെജിറ്റബിൾസ് അമ്മ എല്ലാം കഴിക്കും കേട്ടോ. ഇന്നത് കഴിക്കില്ല എന്നൊന്നുമില്ല, എല്ലാം കഴിക്കും. പക്ഷെ എന്നാലും ഇലക്കറി, മുരിങ്ങയുടെ ഇല അങ്ങനെ എന്തൊക്കെയോ കഴിക്കില്ല ആൾ. ചെറുപ്പം മുതലേ അങ്ങനെ കഴിക്കാത്ത കാരണം ഞങ്ങൾക്കതൊക്കെ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. ഇപ്പം എന്തിനുള്ള സവാളയാ? ഉപ്പേരിക്കും. ചെറുപയർ വറുത്തിടാനുള്ള സവാള അരി കേട്ടോ. ഒരു സവാള എടുത്തു, അതിൻ്റെ പകുതി ആയിട്ട് എടുത്തുള്ളൂ. പകുതി നമുക്ക് ഉപ്പേരിക്കിടാം. കാരണം പച്ചക്കറിക്ക് ഇപ്പം നല്ല വില. കർക്കിടക മാസം ആയത് കാരണം നോൺ വെജ് ചിലവരൊന്നും വാങ്ങില്ല. എല്ലാവരും വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന കുറച്ച് പേരുണ്ട് ഈ ഒരു മാസം. അപ്പോൾ അത് കാരണം തോന്നുന്നു പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണ്. ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ എല്ലാ മാസവും എല്ലാം കഴിക്കും. ഞങ്ങൾക്ക് കർക്കിടക മാസം നോമ്പ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സ്വത്തൂന് ഞാൻ കുറച്ച് എരിവിടാത്ത ചെറുപയർ കറി മാറ്റി വെച്ചു. അവൾക്ക് ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ടെങ്കിൽ അവൾ ചോറ് കഴിച്ചോളൂ കേട്ടോ. ചെറുപയർ കഞ്ഞി ഇഷ്ടമാണ്. അതുപോലെ ചെറുപയർ വേവിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അവൾ കഴിച്ചോളും. അപ്പോൾ ഞാൻ കുറച്ച് അവൾക്ക് വേണ്ടി കൂട്ടാൻ എടുത്ത് വെച്ചു. അത് കൂട്ടിയിട്ടാട്ടന്ന് ഉച്ചയ്ക്ക് അവൾ കഴിച്ചത്.
ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ അടുക്കള ഒരു വശമായിട്ടുണ്ടാവും എൻ്റെ. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അത് ഒതുക്കിയിട്ടാണ് ഞാൻ അടുത്ത പണിയിലേക്ക് പോകാറുള്ളൂ. എനിക്ക് അപ്പം അടുക്കള ക്ലീനായിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയാണ്. വേറെ എവിടെ അങ്ങനെ അലങ്കോലമായി കിടന്നാലും വലിയ കുഴപ്പമില്ല, പക്ഷേ അടുക്കള എനിക്ക് നല്ല ക്ലീനായിട്ടിരിക്കണം. അതിവിടെ വന്നതിന് ശേഷം പഠിച്ച കുറേ ഇതാട്ടോ. നേരത്തേന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു 21 വയസ്സിലാണ്. അപ്പോഴൊന്നും നമുക്ക് അറിയില്ലല്ലോ. അറിയില്ല മീൻസ് കുക്ക് ചെയ്യാനൊക്കെ അറിയായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന സമയമൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചിലപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല. ചോറാണെങ്കിൽ ചോറ് അങ്ങനെയൊക്കെ കഴിക്കാറ്. ഇവിടെ വന്നേ പിന്നെയാണ് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്തെങ്കിലും വെറൈറ്റി, അപ്പം, നൂൽപുട്ട്, ചപ്പാത്തി ഇതൊക്കെ എനിക്കറിയില്ലായിരുന്നു ഉണ്ടാക്കാൻ. ഇവിടെ വന്നപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ വലിയ പിടിയില്ല നൂൽപുട്ടും അപ്പമൊന്നും. പിന്നെ ഞാൻ തന്നെ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി ഇങ്ങനെ ചോദിക്കുക. അപ്പം അമ്മ പറയും, ഇപ്പോഴാണ് നിനക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമില്ലേ എന്നൊക്കെ വെച്ച് കുറേ ഇതാക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ അമ്മമാരുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. സമയമാകുമ്പോൾ അവരിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വരും. ഇന്ന് ഈ സമയത്ത് ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈശ്വര നാളെ എന്താ ഉണ്ടാക്കുക എന്നുള്ള ആലോചനയിലായിരിക്കും. കാരണം ഇന്നിപ്പോൾ ഒരേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാനും പറ്റില്ലല്ലോ, വെറൈറ്റി ഓഫ് വേണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ എല്ലാം ഇപ്പോൾ ചില സമയത്ത് ഇങ്ങനെ വിചാരിക്കും, കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറി. പിന്നെ നമ്മൾ ആർക്കോ വേണ്ടിയാണ് ജീവിക്കുന്നത്, നമുക്ക് വേണ്ടി ശരിക്കും നമ്മൾ ജീവിക്കുന്നേ ഇല്ല അല്ലേ. അങ്ങനെ ജീവിക്കണവരുണ്ടാവട്ടോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. ഞാൻ കൂടുതലും ഇതാക്കുന്നത് ഇവിടെ ഉള്ളവർക്ക് കഴിക്കാൻ കൊടുക്കാൻ. ഇപ്പോൾ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുക, വെജിറ്റേബിൾസിലാണെങ്കിൽ തന്നെ അമ്മയ്ക്ക് എന്താണെന്ന് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്താ ഉണ്ടാക്കി കൊടുക്കുക. അമ്മയ്ക്ക് അവിയൽ കാര്യങ്ങളൊക്കെ ഇഷ്ടമാട്ടോ. അത് പച്ചക്കറി കിട്ടുന്ന അനുസരിച്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞാൻ പിറ്റേ ദിവസം അത് ഉണ്ടാക്കും. എന്നിട്ട് അമ്മ അങ്ങനെ പറയുകയും ചെയ്യും, നീ ഇതൊക്കെ ഇപ്പം ഉണ്ടാക്കി നേരം വിളിച്ച് അമ്മ എണീറ്റിട്ട് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്കിഷ്ടമാണ് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിലാണെങ്കിൽ തന്നെ ഡെയിലി അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കണവരാണ്. അച്ഛനാണെങ്കിൽ എന്തായാലും ഒരു 8 മണിയുടെ ഉള്ളിൽ ഭക്ഷണം കഴിക്കും. കാരണം ഷുഗർ കൂടുതൽ ഉള്ളൊരാളാണ്, കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കി, എളുപ്പത്തിനുള്ള ഫുഡാണ് അധികം ഞാൻ രാവിലെ ഉണ്ടാക്കാറ് കേട്ടോ. ചപ്പാത്തിയൊക്കെ നമ്മൾ രാത്രിയിൽ ഉണ്ടാക്കുള്ളൂ. അത് കുറച്ച് മെനക്കെട്ട പണിയാണ്, കുറച്ചധികം ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ പുട്ട്, നൂൽപുട്ട്, ദോശ അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ വേഗം ഉണ്ടാക്കും. അപ്പോൾ സ്വത്തുവിന് മരുന്നും കൊടുത്തു 1/2 മണിക്കൂർ ശേഷം ഞാൻ എന്താ പാലും കൊണ്ട് പോകട്ടോ. ഞാനല്ല അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നെ കണ്ട പിന്നെ പുള്ളിക്കാരി ആരുടെ അടുത്തും പോവില്ല. അപ്പം ഞാൻ വേഗം അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ എന്താ നമ്മുടെ കറിക്ക് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കണം കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ കമ്മിയുണ്ട്. അപ്പം അതൊക്കെ ഇട്ട് അങ്ങോട്ട് സെറ്റാക്കി അങ്ങോട്ട് വെച്ചു. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണം, എല്ലാവരും സേഫായിട്ടിരിക്കുക. യാത്രകളൊക്കെ കഴിവതും ഈ സമയത്ത് ഒഴിവാക്കുക. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ന്യൂസൊക്കെ കണ്ടിട്ട് രാവിലെ മുതൽ ഇവിടെ ന്യൂസ് വെച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് അതൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് വരാനുള്ള ശക്തി ദൈവം നൽകട്ടെ. ഇനിയിപ്പോൾ യാഥാർത്ഥ്യമായിട്ട് എല്ലാവരും പൊരുത്തപ്പെട്ട് പോവുക. കുറച്ചൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ മനസ്സിൽ. നമുക്ക് തന്നെ എത്രത്തോളം വിഷമമാണ് ആ വ്യക്തിനെക്കുറിച്ച്. നേരിൽ ഇതുവരെ കണ്ടിട്ടും കൂടി ഇല്ല. ഇങ്ങനത്തെ ഒരാൾ, ഈ ഒരു മുഖം, ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഇയാളുടെ ഫോട്ടോ ആണ് ഇപ്പോൾ നമ്മുടെ കണ്ണടച്ച എൻ്റെ മനസ്സിൽ കേട്ടോ. രാത്രിയൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാനിങ്ങനെ ന്യൂസ് നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ ന്യൂസ് ആദ്യം 2-3 ദിവസം എനിക്ക് വലിയ ഇതുണ്ടായില്ല. അങ്ങനെ ഒരാൾ അപകടം വന്നു എന്നുള്ളൊരു മൈൻഡ് ഉണ്ടല്ലോ. പിന്നെ ന്യൂസ് കാണുന്തോറാണ് ഇതിൻ്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലായിട്ട് ഞാൻ അതിൽ എന്താ പറയുക, എൻ്റെ മൈൻഡ് ഫുള്ളും കട്ടായിപ്പോയി. ഇങ്ങനെയൊക്കെ ഒരു അപകടം ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ കേൾക്കണത് കേട്ടോ. അല്ലാതെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത്ര ആഴത്തിലൊരു അപകടം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെ ഉണ്ടായല്ലോ എന്നായിരിക്കും ഭയങ്കര വിഷമമുണ്ട്.
എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് അതൊരു ഓവർകം ചെയ്ത് വരാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ അല്ലേ. അങ്ങനെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ പാത്രമൊക്കെ അടിച്ചു വാരിയല്ല, പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം ആണ് ഉച്ചത്തേക്ക് നമുക്ക് മോരുകറിയും ബീൻസ് ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. മോരുകറി ആണെങ്കിൽ 2 ദിവസം ഇരിക്കും. അപ്പോൾ എനിക്ക് നാളെ കറി ഉണ്ടാക്കണമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഉണ്ടാക്കിയത്. പക്ഷെ മോരുകറി ഉണ്ടാക്കി വന്നപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ആ പകുതി മുക്കാലും കറി കഴിഞ്ഞു ഗെയ്സ്. ഇനി കുറച്ചേ ഉള്ളൂ. അതൊന്ന് രാത്രി ചിലപ്പം ചോറിൻ്റെ ഒപ്പം എടുക്കാൻ ചാൻസ് ഉണ്ട്, ചോറ് കഴിക്കണവർ. അച്ഛനും അമ്മയും ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കും. ഞാനും സ്വത്തുമാണ് ചോറ്. സ്വത്തുവിന് മോരുകറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് തേങ്ങ അരച്ചിട്ട് ജീരകം ഇട്ട് അരച്ചിങ്ങനെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കുമ്പളങ്ങ മോര് കാച്ചിയതാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ അല്ലാതെ മോരുകറി ഉണ്ടാക്കുമ്പോൾ കായ, ചേന അതൊക്കെ ഇടും. പക്ഷേ എനിക്ക് അതിനേക്കാളും ഇഷ്ടം വെറും പ്ലെയിനായിട്ട് കുമ്പളങ്ങ മോര് കാച്ചുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം. അതും ഒരു ഉണക്കമീൻ ഉണ്ടെങ്കിൽ ഓഫ് എൻ്റെ അമ്മേ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല കോമ്പിനേഷൻ ആയിരിക്കും. പക്ഷേ അമ്മ ഇവിടെ BP ഉള്ളത് കൂടുതലായതുകൊണ്ട് നമ്മൾ ഉണക്കമീൻ ഇവിടെ വാങ്ങാറേ ഇല്ല. ഞാൻ ഇപ്പം എൻ്റെ അമ്മയോട് ഇങ്ങനെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവിടെ സാമ്പാറും ഉണക്കമീനാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കൊതി വന്നു. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഞാൻ വരുമ്പോൾ എനിക്ക് ഉണക്കമീൻ ഇച്ചിരി വാങ്ങി വെച്ചേക്കണം. അപ്പം അമ്മ പറഞ്ഞു എന്നാൽ വാങ്ങി തന്ന് വിടാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വേണ്ട, ഇവിടെ ഒരു പൂച്ചയുണ്ട്. അമ്മയ്ക്ക് വേറെ എന്താ അമ്മ നിയന്ത്രിച്ച് നിൽക്കും, പക്ഷെ ഉണക്കമീൻ ഇവിടുത്തെ അമ്മ നിയന്ത്രിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടെ അമ്മയ്ക്ക് പ്രശ്നമാണ്, ഞാൻ വന്നിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നോളാം പറഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ വരുമ്പോഴേക്കും ഉണക്കമീൻ വാങ്ങി വെച്ചോളൂ കേട്ടോ. പിന്നെ ഉപ്പേരിക്കുള്ളതായിരുന്നു. നമ്മുടെ കൂട്ടാൻ ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പടം കാച്ചിയതുണ്ട്, അതിൽ പപ്പടം കാച്ചിയതുണ്ട് കേട്ടോ. നമ്മുടെ ഉച്ചത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കള വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു 9:30 ആവും. അപ്പോഴേക്കും എൻ്റെ അടുക്കള പണി മുഴുവനും കഴിഞ്ഞിട്ട് ഞാൻ സ്വസ്ഥമായിട്ട് ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. അതിനുശേഷം അലക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ മീൻ വാങ്ങി വന്നു. പിന്നെ മീൻ കുറച്ച് നാളേക്ക് പുളി വയ്ക്കാൻ എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് മത്തി ഉണ്ടായിരുന്നു, അത് വറുക്കാനും വേണ്ടി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുള്ളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. മോരുകറി ഉള്ള കാരണം നമുക്ക് എല്ലാം കൂടി ഇന്ന് എടുത്ത് വെക്കണ്ടല്ലോ വിചാരിച്ചു. നാളേക്കാണെങ്കിൽ 2 ദിവസം മീൻ കറി ഉണ്ടാവുമല്ലോ. അങ്ങനെ അതൊക്കെ സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മത്തി ഉണ്ടായുള്ളൂ, 1/2 കിലോ മത്തിയാണ് തോന്നുന്നു വാങ്ങിയത്. അപ്പോൾ അത് വറുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലും കയറ്റി. പിന്നെ മത്തി പൊരിച്ചു. മത്തി പൊരിച്ച് എല്ലാം കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാൻ പെനോയിൽ വെച്ചിട്ട് ഒന്ന് തുടയ്ക്കുകയാണ് കേട്ടോ. നമ്മുടെ മത്തി നല്ല ടേസ്റ്റാണെങ്കിലും നല്ല നാറ്റാണ്. ഞാൻ പെനോയിലൊക്കെ വെച്ചിട്ട് നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. കാരണം മത്തിയുടെ എണ്ണയൊക്കെ തെറിക്കും. മത്തിയുടെ മുട്ടയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എണ്ണയൊക്കെ നന്നായി തെറിക്കും. അത് കാരണം ഞാൻ ചുമരും എല്ലായിടത്തും വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ ഒന്നാമത് വെള്ള ടൈലായതായിരുന്നേ കയറി വരുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ പെനോയിൽ വെച്ച് തുടയ്ക്കുമ്പോൾ ആ ഒരു മണത്തിന് കുറച്ച് കുറവുണ്ടാവും മത്തിയുടെ. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഉച്ചത്തെ പണി ഉണ്ടായുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് കുളിച്ച് വന്നപ്പോൾ 12 മണിയായി മക്കളെ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.